ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് കൃപയും ആയുരാരോഗ്യവും എല്ലാ സുഖങ്ങളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഇതിൽ പേര് കമൻസ് തന്ന മക്കളുടെ എല്ലാ കമൻസുകളും അതിഗംഭീര കമൻസുള്ള ഭഗവാൻ ഇഷ്ടപ്പെടുന്നു. ഭഗവാനെ അർപ്പിച്ചു. ജഗദമ്മ, രാധാ ശിവാനന്ദൻ, ഗീതാ നായർ, ജയ അനിൽ, സ്മിത, താര മനോജ്, ബിജു, ചന്ദ്രൻ, നിർമ്മല പവിത്രൻ, ശ്രീല, വത്സല ചെല്ലപ്പൻ, രുക്മിണി മോഹൻ. അപ്പോൾ ശ്രീലയും വത്സല ചെല്ലപ്പനൊക്കെ ഒരു കമൻസുകൾ ഭഗവാൻ ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കുക. ഞാനല്ല എന്ത് ചെയ്യാനാ, എല്ലാം ഞാൻ ഭഗവാനെ അർപ്പിച്ചു. മക്കളെ എല്ലാവർക്കും ഭഗവാന്റെ കൃപ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പേര് തരാത്ത ഒരുപാട് മക്കളുണ്ട്. പ്രസന്ന, കാരണം ആ കുട്ടിക്ക് വയ്യാത്തൊരു കുട്ടിയാ. കമൻസ് അല്ല, എന്നെ വിളിക്കും, എപ്പോഴും വിളിക്കും. ഞാൻ ഒരു നേരം അതിൻ്റെ പേര് ഇതിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉടനെ എനിക്ക് വിളി വരും. അതുകൊണ്ട് ഞാൻ ഓർത്ത് തന്നെ, കാരണം അതിന് അത്രമാത്രം സമാധാനം ഇതിൽ കൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സമാധാനം എല്ലാവർക്കും വേണം. ഭാഗവതം നാമങ്ങൾ, ഈശ്വര വചനങ്ങൾ കേൾക്കുമ്പോൾ ആശ്വാസം കൊള്ളുന്ന ആ രോഗത്തെ മറികടക്കാൻ പറ്റുന്നെങ്കിൽ അതിപ്പോൾ മറ്റെന്താ ഉള്ളത്? അപ്പോൾ അങ്ങനെയുള്ള എല്ലാ മക്കൾക്കും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിലുള്ള സർവ്വതും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോഴെല്ലാം നമുക്ക് സമാധാനത്തിൻ്റെ പേരിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഈ ദൈവകൃപ ഈശ്വരങ്കിൽ നിന്ന് വരണം. അതിനെങ്ങനെ വരണം? ഈശ്വരാരാധന, സ്തോത്രങ്ങൾ ചൊല്ലുകയും വചനങ്ങൾ കേൾക്കുകയും പാരായണങ്ങൾ നമ്മളെപ്പോഴും നിത്യവും ചൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശാന്തി സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ മക്കൾക്കും, ഇത് പേര് തരാത്ത മക്കൾക്ക് ഒരുപാട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അങ്ങനെ ആയിത്തീരാനാണ് പ്രാർത്ഥിക്കുന്നത്. അല്ല ഞാൻ പ്രാർത്ഥിച്ചാൽ മക്കളുടെ നന്മയോ ശാന്തി സമാധാനമോ ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ, അങ്ങനെ ആയിത്തീരാനുള്ള കൃപ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ പ്രയത്നിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവരവർ തന്നെ ആഹാരം കഴിച്ചെങ്കിലേ അവരവരുടെ വയറ് നിറയൂ എന്നൊരു കാര്യം കൂടെ മക്കൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാനിത് കൂടെ ഓർമ്മിപ്പിച്ച് തരാനേ എനിക്ക് പറ്റൂ. അപ്പോൾ അത് ഏറ്റെടുത്ത് ചെയ്യേണ്ടുന്നത് എല്ലാ മക്കളുടെയും കടമയാണ്. ഈശ്വരനെ ആരാധിച്ച് വേണം, പ്രാർത്ഥിച്ച് വേണം, നല്ല സൽപ്രവൃത്തികളിൽ കൂടി വേണം നമുക്ക് കരകയറാൻ. അതായത് സംസാര സാഗരമായിരിക്കുന്ന ഈ ദുരിതമാകുന്ന സമുദ്രം, അതിൽ നിന്ന് നമ്മൾ കര കയറിയെങ്കിലേ നമുക്ക് സമാധാനം ഉണ്ടാകൂ. അത് നമ്മൾ തന്നെ പ്രയത്നിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ശാന്തി സമാധാനം. രോഗം ഉണ്ടെങ്കിലും നമ്മൾ അറിയാതെ അങ്ങ് പോകും. എന്തും ഈശ്വരൻ നമുക്ക് താങ്ങും തണലുമായി നിൽക്കും. ഭഗവാൻ ഭക്തനോടല്ലാതെ മറ്റാർക്കാണ് ഈശ്വരൻ തുണയായി നിൽക്കുന്നത്? അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ആകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാനത് എൻ്റെ ഒരു കടമയെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ച് തരിക. അതാണ് മക്കളെ, നിങ്ങൾ മറന്നു പോകരുത്. ഭഗവാൻ പറയുന്നു അങ്ങനെയാ. ആരോടാ പറയുന്നത്? നളഗോപുര മണിഗ്രവന്മാർ നമ്മൾ വായിക്കും, എന്നെ നിങ്ങൾ മറക്കരുത്. ഭഗവാൻ പറഞ്ഞതെന്താ? ഇനി നിങ്ങൾ പഴയതിലും സുഖമായി കഴിഞ്ഞുകൊള്ളും. ഇച്ചിരി അഹങ്കാരം വന്നപ്പോൾ ഒരുപാട് ശിക്ഷ അനുഭവിച്ചു. അപ്പോൾ അതിൽ നല്ല മുക്തനായി. അതായത് ഉരൽ കൊണ്ടുവന്ന് ഭഗവാൻ ഈ രണ്ട് മരുന്നുമരങ്ങളുടെ ഇടയിൽ കൂടെ കൊണ്ട് അവരെ പിഴുതിട്ടപ്പോൾ യഥാർത്ഥ പഴയ ഭക്തന്മാരായിരുന്നു. അതുപോലെ അവർ അതേ രീതിയിൽ തന്നെ അവർ അഹങ്കാരമൊക്കെ പോയി അങ്ങനെ നന്നായി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നെ നിങ്ങൾ മറക്കരുത്, നിങ്ങൾ പഴയതിലും സുഖമായി എല്ലാ സുഖത്തോടു കൂടി ജീവിക്കൂ എന്നാ പറഞ്ഞത്. അപ്പോൾ നമുക്കത് ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഇത് ഓർമ്മ വരണം. അല്ലെങ്കിൽ നമ്മൾ അല്പസുഖം വരുമ്പോൾ നമ്മൾ പഴയതങ്ങ് മറക്കും, ഈശ്വരാരാധന അങ്ങ് മറക്കും. അപ്പോൾ പിന്നും അടുത്ത ദുഃഖം പെരുകി വരും. അതുകൊണ്ട് ഇത് സുഖത്തിലും ദുഃഖത്തിലും നമുക്ക് ഈശ്വരാരാധന വേണം. അതിനു വേണ്ടി ഞാനത് പ്രേരിപ്പിക്കുന്നു. അതിനെ എനിക്ക് കഴിവുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരാളും വേണമല്ലോ ഓർമ്മിപ്പിക്കാൻ. അതത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ അവരവർ തന്നെ ചെയ്യണം. മക്കളെ, നമുക്ക് നാമം ചൊല്ലിയിട്ട് ഭാഗവതം വായിക്കാം. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി.
അതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആകാരമായതിനു താൻ തന്നെ സാക്ഷി. അതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരി നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല. മമ പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ. ഞാനെന്ന ഭാവം അതു തോന്നായിക വേണം. ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നീണമേ വരദ നാരായണായ നമ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ. ഹരിനാമ കീർത്തനം ഇതുര ചെയ്വതിന്നു ഗുരു അരുളാല ദേവകളും അരുൾ ചെയ്യുക ഭൂസുരരും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവ് ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി. ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമ നാരായണായ നമ. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി. തൊൽഭക്തി വർദ്ധന ഉദിക്കേണം എൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമ. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താദിഹീനനിധി. ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുക എൻ മനസി നാരായണായ നമ. പച്ചക്കിളി പവിഴ പാൽവർണ്ണമൊത്ത നിറം ഇച്ഛിപ്പവർക്കു ഷടാധാരം കടന്നുപരി. വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോദനാഥ ഹരിനാരായണായ നമ. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവനു മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റിയിടുവന്നവനു നാരായണായ നമ. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യത ഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണും അളവംഭോരുഭാഷ ഹരിനാരായണായ നമ. നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവ്. പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈ തൊഴുതു രക്ഷിക്ക എന്ന് അടിമ നാരായണായ നമ.
മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവനു തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ ചിലതു കണ്ടങ്ങുണർന്നവനോടൊപ്പം ധരിക്ക ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് ഭാഗവതം ബ്രഹ്മസ്തുതി. ബ്രഹ്മാവ് അഹങ്കാരം വർദ്ധിച്ച് ഭഗവാനെ പരീക്ഷിച്ചു. ഭഗവാൻ എത്രമാത്രം അദ്ദേഹത്തിനെ അത്ര അഹങ്കാരം പോകത്തക്ക വണ്ണം അദ്ദേഹം കിടന്നു വലഞ്ഞു. അവസാനം ഒരു പൊടി കുഞ്ഞിനെ പോലെ, ഒരു മരപ്പാവ പോലെ നിന്ന് അങ്ങനെ ദുഃഖപ്പെട്ട് കരഞ്ഞും വിളിച്ചും ആരോരുമില്ലാത്തതുപോലെ എല്ലാം. കാരണം ഈശ്വരൻ എല്ലാ രീതിയിലും അദ്ദേഹത്തിനെ ബന്ധപ്പെടുത്തി, എന്നാലല്ലേ അഹങ്കാരം പോവുള്ളൂ. അവസാനം ഒരു പൊടിക്കുഞ്ഞിനെ പോലെ നിന്ന് ആരോരുമില്ലാതെ. അപ്പോൾ ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചതാണ്. ആ ഭക്തിപൂർവ്വമുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ബ്രഹ്മസ്തുതി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? അദ്ദേഹം തന്നെ പറയുന്നത് എന്താ? ബോധമില്ലാതെ മൂഢന്മാർ ചെയ്യുന്ന കർമ്മങ്ങളെ, അറിവില്ലാത്ത മൂഢനായിപ്പോയി ബ്രഹ്മാവ്. അതുകൊണ്ട് ബ്രഹ്മാവ് തന്നെ ഭഗവാനോട് പറയുന്നു, മൂഢനാണ് ഞാൻ, അറിയാതെ ചെയ്ത അപരാധം ക്ഷമിക്കണമേ. ബോധമുള്ളവരറിഞ്ഞ് ഈ അറിവില്ലാത്തവൻ്റെ അറിവുകേട് നീതികേടെന്ന് കരുതി, പിതാവാണല്ലോ ഈശ്വരൻ, എല്ലാവർക്കും മാതാവും പിതാവുമാണ്, അപ്പോൾ ഒരു മക്കളെന്ന് കരുതി, ഒരു മകനെന്ന് കരുതി എൻ്റെ അപരാധം ക്ഷമിക്കണമേന്ന് ഭഗവാനെയോട് പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബോധമില്ലാതെ മൂഢന്മാർ ചെയ്യും കർമ്മങ്ങളെ ബോധമുള്ളവർ അറിഞ്ഞ് അറിക പോകാനുള്ള നീതികേടത്രേ എന്ന് ക്ഷമിച്ചു തന്നാൽ ഏതാനും അങ്ങ് ബോധിപ്പിക്കണമെന്നുണ്ടല്ലോ. അറിവുകേടനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമല്ലോ, രക്ഷകർത്താക്കളുടെ കടമയാണല്ലോ. അതുകൊണ്ട് ഒരു മകനെന്ന് കരുതി എൻ്റെ നീതികേടനെ അങ്ങ് പൊറുക്കണമേ, എനിക്ക് വേണ്ടുന്ന വഴി കാണിച്ചു തരണമേ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. സർവജ്ഞന്മാർക്ക് സർവശാന്തിയിൽ പരം ഒരു സർവ അനുഗ്രഹ സാധ്യമില്ലെന്ന് ചൊല്ലിക്കേൾപ്പൂ. അപ്പോൾ സർവജ്ഞന്മാർക്ക് എന്താ? എല്ലാ കാര്യവും അറിവുള്ള ഒരാൾ സർവജ്ഞൻ. എന്തുകൊണ്ട് ഏത് ഒന്നിനും മാറ്റി നിർത്തണ്ട ഒരു സർവജ്ഞൻ അതാ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സർവജ്ഞന്മാർക്ക് സർവശാന്തിയിൽ, അതാണ് അവർക്കാണ് ശാന്തി കിട്ടുക. അതിൽ പരം മറ്റൊന്നും തന്നെ ഇല്ല. അപ്പോൾ ആ ഒരു ശാന്തി എന്ന് പറയുന്നത് ഒരാൾക്ക് വേണം. അത് ആർക്ക് കിട്ടും? സർവജ്ഞന്മാർക്ക്. അങ്ങനെ ഉള്ളവർക്കാണ് ശാന്തിയും സമാധാനവും ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മക്കളെ, നമുക്ക് എങ്ങനെ ഇത് നേടാൻ പറ്റുന്ന ഈ ശാന്തി സമാധാനവും? ഈ ലോകത്തിലുള്ള എന്ത് നേടിയാലും സമാധാനം ഉണ്ടാകത്തില്ല, ശാന്തി ഉണ്ടാകത്തില്ല. ഈശ്വര കൃപ തന്നെ നമ്മളിൽ വരണം. അതിന് നമ്മുടെ പ്രവൃത്തി എല്ലാം കൊണ്ടും നമ്മൾ ഒരു സജ്ജനമായി മാറണം. ഈശ്വരനോടുള്ള സ്നേഹവും ഭക്തിയും. അപ്പോൾ ഭഗവാനിൽ നിന്ന് കൃപ അറിയാതെ തന്നെ ആ ഭക്തനിലേക്ക് ഒഴുകും. അതാണ് നമ്മുടെ ഭക്തി വർദ്ധിച്ച് വരുമ്പോഴേ നമ്മുടെ കുണ്ടലിനി ശക്തി ഉണരൂ. ആ ഉണർന്നു വരുമ്പോഴാണ് നമുക്ക് പരമാനന്ദം ഉണ്ടാകുന്നത്. ആ മൂലാധാരത്തിൽ നിന്ന് ആ അമ്മ പരാശക്തി, ആ ജീവശക്തി, എല്ലാ ജീവനിലുള്ളതാണ് ഈ ശക്തി സ്വരൂപിണി. അത് നമ്മൾ അനങ്ങാതെ ഉറങ്ങിക്കിടക്കുന്ന ആ അമ്മയെ, ആ ശക്തിയെ, ആ പവറിനെ നമ്മൾ ഉണർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര ആ ഒരു ഗ്രന്ഥിയാണ്. ആ ഗ്രന്ഥിയെ ഉണർത്തിയെടുക്കണം. നമ്മുടെ അത്രത്തോളം ആത്മീയമായ നിർവൃതിയിലേ അത് ഉണരൂ. അപ്പോഴാണ് നമുക്ക് സഹസ്രാര പത്മത്തിലിരിക്കുന്ന ആ പരമേശ്വരനായി ഈ ശക്തി സ്വരൂപിണി, അതാ നമ്മൾ തന്നെ ആ ശക്തി, ആ പവർ, നമ്മളിരിക്കുന്ന ആ അമ്മ, ആ ദേവി സ്വരൂപിണി പരമാനന്ദത്തിൽ മുഴുകുന്ന വെച്ചാൽ സഹസ്രാര പത്മത്തിൽ എത്തിപ്പിടിച്ചിട്ട് അവിടെ യോജിക്കുക, യോഗിയായി തീരുക, ചേരുക, ഈശ്വരനായി ലയിക്കുക. അപ്പോഴാണ് പരമാനന്ദം ഉണ്ടാകുക. അപ്പോഴേ നമുക്ക് സമാധാനവും ശാന്തിയും വരത്തുള്ളൂ. അപ്പോൾ ആ കൃപ, ആ അമൃതധാര നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കാൻ നിർത്തില്ല. പിന്നെ അതൊരു പരമാനന്ദ ലഹരിയാണ്. ഏത് സമയത്തും ഇടവിടാതെ നമ്മൾ എപ്പോഴും ഭഗവത് കൃപയ്ക്ക് വേണ്ടി നമ്മൾ എപ്പോഴും നിത്യേന പ്രാർത്ഥിക്കുന്ന, ദിവസേന നമ്മൾ ആഹാരം കഴിച്ച് നമ്മുടെ
വിശപ്പടക്കി നമ്മുടെ നാഡീഞരമ്പുകളെല്ലാം പോഷിപ്പിക്കുന്നത് പോലെ ആത്മീയമായ ആഹാരവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇടവിടാതെ ഈ ചൈതന്യം ഒഴുകിക്കൊണ്ടേയിരിക്കും. കപാലം, ശിവന്റെ കപാലം, ആ തലയോട്ടി, നമ്മുടെ തലയിൽ ആ സഹസ്രാര പത്മത്തിൽ പരമശിവ, ആ ശിവന്റെ ഓട് തലയോടാണ്. ആ ഓട്ടിയിൽ നിന്ന് ആ അമൃതധാര ദേഹാസകലം ഒഴുകിയെത്തുന്നതാണ് അമൃതധാര. ആ അമൃത് നമുക്ക് രുചിക്കും, അത് നമ്മൾ അനുഭവിച്ചും ആനന്ദിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ആയിത്തീരുക. അതാകെ കിട്ടും ഒരു സർവജ്ഞന്. സർവത്തിലും അറിവുള്ളവനാണ് സർവജ്ഞൻ. അപ്പോൾ ഈ ലോക ജീവിതവും പരമാത്മാവിലേക്കുള്ള ജീവിതവും എല്ലാം തികഞ്ഞൊരാൾക്ക് മാത്രമേ സമാധാനവും ശാന്തിയും ഉണ്ടാവൂ. അല്ലാതെ എത്ര വാരി കൂട്ടിയെന്ന് പറഞ്ഞിട്ടും ഈ ലോക സുഖം എത്രമാത്രം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് സമാധാനം കിട്ടത്തില്ല. നമ്മൾ അന്ധകൂപത്തിൽ കിടന്ന് ഉഴലുക. അതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എന്ത് വേണം? സർവജ്ഞന്മാർക്ക് സർവശാന്തിയിൽ പരം ഒരു സർവ അനുഗ്രഹ സാധ്യം ഇല്ലെന്ന് ചൊല്ലിക്കേൾപ്പൂ. അതാണ് ഇവിടെ ബ്രഹ്മാവ് പറയുന്നത്. എത്രമാത്രം എന്തെല്ലാം ഉണ്ടായാലും ഒരു ശാന്തിയിൽ പരം, അതിനപ്പുറത്തായിട്ട് ഒന്നുമില്ല. അതാണ് നമുക്ക് നേടേണ്ടുന്നത്. സർവബാന്ധവനായ നിന്തിരുവടി എൻ്റെ സർവ അപരാധങ്ങളും ക്ഷമിച്ചു കൊള്ളേണമേ. സർവർക്കും ബാന്ധവനാണ് പരമാത്മാവ്, ബന്ധുവാണ്. നമുക്ക് ഒരു കുഞ്ഞ്, ഈ ലോകത്തിലെ സർവ്വ സൃഷ്ടിക്കും ഭഗവാനല്ലാതെ മറ്റാരാ ബന്ധുവായുള്ളത്? സൃഷ്ടികളെല്ലാം പരമാത്മാവിൻ്റെയാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു പുൽക്കൊടിക്ക് പോലും, ബ്രഹ്മാവ് തൊട്ട് ഒരു താഴെ ഒരു അണുവിന് പോലും ഈശ്വരനല്ലേ പിതാവ്. അപ്പം എല്ലാവരെയും നോക്കേണ്ട കടമ ഭഗവാനുള്ളതല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും ഭഗവാൻ ബന്ധുവാണ്. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ ഓരോരുത്തരും ചെയ്ത എന്താ ദോഷങ്ങൾ, നമ്മുടെ ദോഷങ്ങൾ അതെല്ലാം എല്ലാ അപരാധവും സർവ അപരാധവും ക്ഷമിച്ചു കൊള്ളണമേ എന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു നിർത്തിയത്. അവസാനം പറയാൻ പറ്റാത്ത സമയം ഒരുപാട് പോകുന്നുണ്ട്. എനിക്ക് വിവരിച്ച് പറയാൻ പറ്റത്തില്ല, എൻ്റെ അറിവിനൊത്ത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് വീണ്ടും നമുക്കൊന്നുള്ള ഓർമ്മ കിട്ടുകയും ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു, അതുകൊണ്ടൊന്ന് എടുത്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്കിനി കണ്ടു വായിക്കാം. ഇവിടം വരെയാണ് നമ്മൾ വായിച്ചത്. എല്ലാം നമ്മുടെ ഉള്ളിലുള്ള സർവ അപരാധം, തെറ്റുകൾ എല്ലാം ഭഗവാനെ ക്ഷമിക്കണമെന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി. നമ്മൾ അത് പഠിക്കാനാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവബാന്ധവനായ നിന്തിരുവടി എൻ്റെ സർവ അപരാധങ്ങളും ക്ഷമിച്ചു കൊള്ളേണമേ. ദൈവമേ സദാനന്ദപൂർണഭൂ ദേവദ്വിജ ദിവ്യ ഗോകുലചന്ദ്ര ദുർജന മഹാവന ഹവ്യവാഹന യദുവംശ പങ്കജ സുഹൃദവ്യയാ അധർമ്മ തിമിരാപഹ ദിനകര. അതുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. സദാനന്ദപൂർണഭൂ ദേവദ്വിജ ദിവ്യ ഗോകുലചന്ദ്ര, ദേവന്മാരും ദ്വിജന്മാരും അങ്ങനെയുള്ള ഭഗവാനെ, ഗോകുലത്തിലെ ഭഗവാൻ, അങ്ങനെയുള്ള പരമാത്മാവായ കൃഷ്ണ ഭഗവാനെ, ദുർജന മഹാവനഹവ്യവാഹനൻ, ദുർജനങ്ങളുടെ, അതായത് അഹങ്കാരത്തിൻ്റെ കാട്, ഇരുട്ട്, തിമിരം, അത്രത്തോളം അഹങ്കാരമുള്ളവരുടെ അഹങ്കാരത്തെ മാറ്റാൻ എങ്ങനെയാ? മഹാവനത്തിലെ അഗ്നിയാണ് ഹവ്യവാഹന. അപ്പോൾ ദുർജനങ്ങളുടെ അഹങ്കാരത്തെ, അത് കാടാണ് ഉപമിക്കുന്നത്. അഹങ്കാരത്തിന് നമ്മൾ തിമിരം, അന്ധകാരം, അതിനെ നമ്മൾ എന്താ ഭഗവാന്റെ അഗ്നിയാകുന്ന ഏത് ദുഷ്ടത്തരത്തെയും നശിപ്പിക്കാൻ ഭഗവാന്റെ അഗ്നിയാണ്. ആ അഗ്നി കൊണ്ടാണ് നമ്മളെ അഹങ്കാരത്തെ മാറ്റുന്നത്. ഇവിടെ ബ്രഹ്മാവിൻ്റെ അഹങ്കാരത്തെ അങ്ങനെ മാറ്റി. അപ്പോൾ അദ്ദേഹം തന്നെ അത് മനസ്സിലായി. എന്താ പറയുന്നേ? ദുർജന, അത്രമത അഹങ്കാരമായവൻ്റെ കാട് മഹാവനമാണ്. അപ്പം അഹങ്കാരത്തിനെ പറയുന്ന ഇതാണ് മഹാവനം എന്നാണ് പറയുന്നത് ഉപമ, ഒരു ഉദാഹരണം. അങ്ങനെയുള്ള കാട്ടിനെ ദഹിപ്പിക്കുന്നതാണ് ഭഗവാൻ, അഗ്നിയാണ് ഈശ്വരൻ. നമുക്കെല്ലാവർക്കും അഹങ്കാരം ഉണ്ടെങ്കിൽ, ഒരു ഭക്തന് പ്രത്യേകിച്ച് നമുക്ക് നന്നാക്കി എടുക്കുന്ന അങ്ങനെയാണ്. ഭഗവാൻ അഗ്നിയാണ്. എല്ലാ അഹങ്കാരത്തെയും കഴുകിക്കളയണം. അതിന് നമുക്ക് എന്ത് വേണം? അഗ്നിയാകുന്ന വാള് ഭക്തിപൂർവ്വം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അഹങ്കാരങ്ങളെല്ലാം തനിയെ പോകും. അതാണ് ഭഗവാൻ അഗ്നി എന്ന് പറയുന്നത്. അങ്ങനെയാണ് എല്ലാവരും ഈ എന്താ പറയുക, അഷ്ടരാഗങ്ങളിൽ നിന്നെല്ലാം മുക്തനാകുന്നത്. അഷ്ടരാഗം 8 രാഗങ്ങൾ, 8 ശത്രുക്കളാണ്, കാമക്രോധാദികളായിരിക്കുന്ന ശത്രുക്കൾ. അതാണ് ഭഗവാൻ അഗ്നിയാന്ന് പറയുന്നത്. അഗ്നി കൊണ്ട് ഇതിനെല്ലാം കരിച്ചു കളയും, ദഹിപ്പിച്ച് കളയും. അത് ജ്ഞാനമാണ്, ഭഗവാന്റെ ജ്ഞാനമാണ്. ആ ജ്ഞാനം ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് അത് വരുന്നത്. അതിന് നമുക്ക്
അത് ഉണ്ടാവാൻ വേണ്ടി നമ്മളെ കഷ്ടപ്പെടുത്തും. ഇപ്പം ബ്രഹ്മാവിനെ കഷ്ടപ്പെടുത്തിയതുപോലെ നമ്മൾ അറിവില്ലാതെ ഈശ്വരനെ അറിയത്തില്ല എന്ന് കണ്ട ഈശ്വരൻ നമ്മളെ പല വഴി കൂടെ ദുരിതങ്ങൾ കൂടുതൽ തന്നിട്ട് ഒരു ഭക്തനാക്കി എടുക്കും. പക്ഷെ ഭക്തനല്ലാത്തവർ അറിയുന്നില്ല എന്ന് മാത്രം. ഒടുക്കം ഗത്യന്തരമില്ലാതെ വരുമ്പം ഭഗവാന് തന്നെ അഭയം, ഈ ബ്രഹ്മാവ് അഭയം പ്രാപിച്ചതുപോലെ ഒടുക്കം നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഈ അഹങ്കാരമുള്ള മനുഷ്യരെ അവിടേക്ക് എത്തപ്പെടും. കാരണം നിവൃത്തിയില്ല, വേറൊന്നും പോം വഴിയില്ല. മരുന്ന് കൊണ്ടോ ഒന്നുകൊണ്ടും മന്ത്രം കൊണ്ടോ ഒന്നുകൊണ്ടും നടക്കാതെ വരുമ്പോൾ ഭഗവാനെ തന്നെ അഭയം പിടിക്കും. അതാണ് ഭഗവാന്റെ അഗ്നി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത്രമാത്രം ദുരിതത്തിൽ പോകുന്നതിനേക്കാൾ മുന്നേ തന്നെ ഈശ്വരനെ ആരാധിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം ദുഃഖങ്ങൾ ദുരിതങ്ങൾ വന്നതിന് ശേഷം പോകുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അതിന് മുന്നേ തന്നെ ഈശ്വരനെ അറിയുന്നത്. അതുകൊണ്ട് ദൈവമേ സദാനന്ദപൂർണഭൂദേവദ്വിജ ദിവ്യ ഗോകുല ചന്ദ്ര ദുർജന മഹാവനഹവ്യവാഹന യദുവംശ പങ്കജ സുഹൃദ്വ്യയ അധർമ്മ തിമിരാപഹ ദിനകരൻ ആദിത്യൻ. അപ്പോൾ എന്താ? അധർമ്മം, അതാണ് തിമിരം. അധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മമില്ലാത്ത പ്രവൃത്തി. ഒരുപാട് പേര് അധർമ്മമാണല്ലോ ഇന്ന് കാണിക്കുന്ന മൊത്തം. അപ്പോൾ അതെന്താ? അന്ധകാരം, ഒരു അറിവില്ലായ്മ, മൂഢന്മാർ കാണിക്കുന്ന അഹങ്കാരം. അതിനെ എങ്ങനെയാ? ദിനകരൻ, രാത്രി കുറ്റാക്കുറ്റി ഇരുട്ടാണ്. എങ്ങനെയാണ് നമുക്ക് വെളിച്ചം ഉണ്ടാകുന്നത്? ദിനകരൻ ഉദിക്കുമ്പോഴാണ്. ആദ്യത്തിന് ഉദിക്കുമ്പോൾ ഇരുട്ട് തനിയെ പോകുന്നത് പോലെ ഭഗവാൻ അങ്ങനെയുള്ള ആ സൂര്യനാണ്. അത് നമ്മളിരിക്കുന്ന അധർമ്മത്തെ മാറ്റാൻ ഈശ്വരനാകുന്ന ആ പ്രകാശം നമ്മുടെ ഉള്ളിൽ, അറിവ് ഉള്ളിൽ വന്നെങ്കിലേ നമ്മുടെ അന്ധകാരം മാറത്തുള്ളൂ. അപ്പം നമുക്ക് ജ്ഞാനം ഉണ്ടാകുമെങ്കിലേ ഈ അഹങ്കാരമാകുന്ന അധർമ്മങ്ങളെല്ലാം നമ്മളിൽ നിന്ന് പോകും. അപ്പം നമ്മളൊരു നീതിമാനായി മാറും. എങ്ങനെയാ? സൂര്യൻ പകലാക്കുന്നത് പോലെ. രാത്രിയെ ഇരുട്ടാകുന്ന ആ രാത്രിയാണല്ലോ ഇരുട്ട്, ഇതിനെ എങ്ങനെ പ്രകാശം പകലാക്കുന്നത്? ആദിത്യനാണ്. അതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അധർമ്മങ്ങൾ ദുശ്ചിന്തകളെല്ലാം മാറ്റാൻ പ്രകാശം, ഈശ്വര പ്രകാശം. ഈശ്വരനെ ആരാധിക്കുമ്പോൾ ഈശ്വരൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഈ അന്ധകാരങ്ങളെല്ലാം തനിയെ അങ്ങ് പോകും. അതാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് ഹവ്യവാഹന യദുവംശ പങ്കജ സുഹൃദ്വ്യയ അധർമ്മ, ഇവിടെ അധർമ്മം എന്ന് വായിക്കണം. യാന്ന് നീട്ടിയേക്കുന്ന ആ കൊടുക്കാനാ. അപ്പോൾ സുഹൃദ്വ്യയ അധർമ്മ തിമിരാപഹ ദിനകര നിർവാണപ്രദ നിത്യ നിർമ്മല നിരഞ്ജന. നിത്യവും നിർമ്മലമാണ് ഭഗവാൻ. പരമാത്മാവിന് യാതൊരു അഴുക്കില്ലാത്ത നിർമ്മലനാണ്. നമ്മളെ അങ്ങനെ ആക്കാനാണ് ഈശ്വരന് ഇഷ്ടം. അതുകൊണ്ട് നിർവാണപ്രദവും നിത്യനിർമ്മലനും നിരഞ്ജൻ പരിശുദ്ധനും സർവമംഗളകരൻ, സർവത്രക്കും മംഗളകരമാണ് ഭഗവാൻ. പരിപാലയനാണ്, എല്ലാവരെയും രക്ഷിക്കുന്നവനാണ്. കൃപാലയനാണ്, കൃപാലയ. അപ്പോൾ നിർവാണപ്രദ നിത്യനിർമ്മല നിരഞ്ജന സർവമംഗല പരിപാലയ കൃപാലയ സർവകർത്രേതേ നമ സർവഭർത്രേതേ നമ സർവഹർത്രേതേ നമ സർവസ്മൈ നമോ നമ. സർവത്തിന് കർത്താവാണ് ഈശ്വരൻ. നമ്മളെ സൃഷ്ടിക്കുമ്പം ഭഗവാന്റെ ജോലി എന്താണ്? കർത്താവല്ലേ, കർമ്മം ചെയ്യുമല്ലേ നമുക്ക് ഈ ലോകത്തിനെ സൃഷ്ടി നടത്തുന്നത്. അപ്പോൾ ഈശ്വരനാണ് ബ്രഹ്മാവായി നിന്നുകൊണ്ട് സൃഷ്ടി ചെയ്യിക്കുന്നത്. അപ്പോൾ എന്താ? ഈശ്വരൻ കർത്രേതേ. അപ്പോൾ സർവകർത്രേതേ, ഭഗവാനാണ് സർവർക്കും കർത്താവായുള്ളവൻ. നമുക്ക് കർത്താവേ എന്ന് നമ്മൾ വിളിക്കുക. എന്താ? കർമ്മം ചെയ്യുന്ന ഭഗവാൻ, നമ്മളെയൊക്കെ സൃഷ്ടികർമ്മം നടത്തുന്നത്. അപ്പോൾ നമ്മൾ കർത്രേതേ നമ സർവഭർത്രേതേ നമ, എല്ലാ സൃഷ്ടികളെയും ഭരിക്കുന്നു, പരിപാലിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സർവഭർത്രേതേ നമ. പിന്നെയോ സർവഹർത്രേതേ നമ, സർവ ജീവജാലം ഇവിടെ ഭൂമിയിൽ ഉണ്ടായതെല്ലാം നശിക്കുന്നു, സംഹരിക്കുന്നു. അപ്പോൾ അതും ആരാണ്? ഈ പരമാത്മാവായ നാരായണൻ കൃഷ്ണനെ പറയുവാണ്. അതെല്ലാം അങ്ങ് തന്നെയാണെന്ന് ബ്രഹ്മാവ് മനസ്സിലാക്കി. സർവത്തിനെയും സൃഷ്ടിക്കുന്ന കർത്താവും സർവത്തിനെയും പരിപാലിക്കുന്ന രക്ഷകർത്താവും സർവത്തിനെയും സംഹരിക്കുന്ന സംഹാരകമൂർത്തിയും അതെല്ലാം ഭഗവാനെ സർവസ്മൈ, സർവവും അങ്ങ് തന്നെ, അങ്ങേ നമിക്കുന്നു ബ്രഹ്മാവ് മനസ്സിലാക്കി. നമ്മളിത് മനസ്സിലാക്കണം. അപ്പോൾ സർവസൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ നാരായണൻ തന്നെയാണ്. ഈ ലോകത്ത് മറ്റൊന്നും തന്നെ ഇല്ല. ഈശ്വരൻ ഏകനാണ്. അവിടെ പല അഭിനയിക്കുന്നത് പോലെ പല വേഷം കെട്ടുന്നു, അത്രയേ ഉള്ളൂ. എന്നിട്ടോ ഭക്തി പൂണ്ടിതം കൂപ്പി സ്തുതിച്ചു നമസ്കരിച്ച് ഉദ്ധായ ജഗത്രയ കർത്താവ് പിതാമഹൻ. അതായത് ബ്രഹ്മാവാണ് പിതാമഹൻ. എന്താ കാരണം? ഈ സൃഷ്ടി ചെയ്യാൻ ഏൽപ്പിച്ച ആള് ബ്രഹ്മാവാണല്ലോ.
രജോ ഗുണം കൊടുത്ത് അദ്ദേഹത്തെ നിർത്തിയതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ ഭക്തി പൂണ്ട് യുദ്ധം, ഇങ്ങനെയെല്ലാം ഭക്തിയോടുകൂടിയ ഭഗവാനീ അങ്ങ് തന്നെയാണ് സർവത്തിൻ്റെ സ്രഷ്ടാവ് കർത്താവ്, എല്ലാത്തിനെയും ഭഗവാൻ തന്നെയാണ് പരിപാലിക്കുന്നത്. ഭഗവാനെ കൃഷ്ണ, ബ്രഹ്മാവ് സ്തുതിക്കുക, എല്ലാവരെയും സംഹരിക്കുന്നത് അങ്ങ് തന്നെയാണ് ഭഗവാനെ, അവിടുന്ന് അല്ലാതെ മറ്റൊന്നും തന്നെ ഈ ലോകത്തില്ല. അങ്ങനെ കൂപ്പി സ്തുതിച്ചു ഇദ്ദേഹം. യുദ്ധം കൂപ്പി സ്തുതിച്ച് നമസ്കരിച്ച് പാദത്തിൽ വീണത് കൂപ്പി സ്തുതിച്ച് നമസ്കരിച്ച് ഉദ്ധായ എഴുന്നേറ്റിട്ട് ജഗത്രയ കർത്താവ് പിതാമഹൻ, ഈ ജഗത്രയത്തിന് പിതാമഹനായി നിന്ന് കർത്തൃത്വം ചെയ്യുന്ന ആളാണ് ഈ ബ്രഹ്മാവ്. ഈശ്വരൻ തന്നെയാണ് ബ്രഹ്മാവായി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പിതാമഹൻ ഭക്തവത്സലം വസുദേവജ ആത്മാനന്ദം, ഭഗവാൻ കൃഷ്ണൻ വസുദേവൻ്റെ പുത്രനാകുന്ന ആനന്ദപ്രദനാണ്. ഭക്തന്മാരെ അത്രത്തോളം വാത്സല്യത്തോടെ നോക്കുന്ന ഭഗവാൻ കൃഷ്ണനാണ്. ഏത് ഭക്തനെയും നമ്മൾ ഈ പുരാണം ഇത് വായിച്ചാൽ നമുക്കറിയാം, ഒരു ഭക്തനെയും ഭഗവാൻ എല്ലാവരോടും ഭഗവാൻ അത്രയും കൃപയാണ്. പിന്നെ ഭക്തന്മാരുടെ കാര്യം പറയണോ? അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നു, നമസ്കരിച്ചിട്ട് എഴുന്നേറ്റ് ഈ പിതാമഹനായ ബ്രഹ്മാവ് പറയുന്നു ഭക്തവത്സലനാണ് ഭഗവാൻ, ഭക്തന്മാരോട് അത്രമാത്രം വാത്സല്യമാണ്. അങ്ങനെയുള്ള വസുദേവജാത്മ ആനന്ദമാണ്. പിന്നെ വസുദേവൻ്റെ മകനായ കൃഷ്ണൻ ആനന്ദമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ചിൽ സ്വരൂപനാമനായ സാരസംഗ്രഹം പരം വിശ്വകാരണം വിശ്വജീവനം വിശ്വാത്മാനം, അങ്ങനെയുള്ള ചിൽ സ്വരൂപനായിരിക്കുന്ന പരബ്രഹ്മമൂർത്തി ഇരിക്കുന്ന ആ ഭഗവാൻ വിശ്വത്തിൻ്റെ കാരണഭൂതനാണ്. ഈ വിശ്വം, ഈ ലോകത്തിൻ്റെ കാരണവും വിശ്വത്തിൻ്റെ ജീവനെ, നമുക്കെല്ലാം ജീവനായി നിൽക്കുന്നതും ഈ വിശ്വം ലോകത്തിന് വിശ്വ ആത്മാനെന്ന അതിലെല്ലാം ആത്മാവായി കുടികൊള്ളുന്നതും എന്ന എല്ലാ ഈ ലോകത്തിന് സർവ്വ സൃഷ്ടികൾക്കും പരമാത്മാവായി നമ്മുടെ ഉള്ളിലിരിക്കുന്ന, അതാണ് അകവും പുറവും എന്ന് പറയുന്നത്. അതും വിശ്വരൂപണം, ഈ വിശ്വത്തിൻ്റെ ഏത് രൂപവും ഭഗവാനാണ്. നാനാത്വമായി നിൽക്കുന്ന എല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏതിലോ വായിച്ചല്ലോ. കാരണം സൂര്യഭഗവാൻ പല പല പാത്രത്തിലിരിക്കുന്ന വെള്ളത്തിലും പ്രതിഫലിക്കുന്നത് പോലെ നമ്മളെല്ലാവരും ഭഗവാന്റെ ഓരോ രൂപങ്ങളാണ്. നാനാത്വം എന്ന് പറയും അതിന്. ഏകാത്മാവായ ഈശ്വരൻ നാനാത്വമായി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അതിലുള്ളൂ. അതിൽ ഏറിയ 100% എന്ന് പറയുമല്ലോ, 100 ശതമാനം എന്ന് പറഞ്ഞാൽ അത് 100 എന്നർത്ഥം. അപ്പം 100 ഭഗവാൻ കൃഷ്ണൻ പരമാത്മാവാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനി എന്നാണ് ഇവിടെ ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നത്. വിശ്വരൂപണം വിശ്വവ്യാപിനം, ഈ വിശ്വം മൊത്തം വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവ് ഈശ്വരം, വിശ്വത്തിൻ്റെ ഈശ്വരനാണ് ഈശ്വരൻ ഭഗവാൻ കൃഷ്ണൻ എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നു. വിശ്വമോഹനം വിശ്വസാക്ഷണം വിശ്വാധാരം, സർവത്തിനും ആധാരഭൂതനാണ്, വിശ്വത്തിന് സാക്ഷിയാണ്, വിശ്വമോഹനമാണ്, ശശ്വത അവ്യയം സർവലോക സന്മയം ശിവം. അപ്പോൾ സർവലോക സന്മയം ശിവം, ഇവിടെ ശിവശക്തി നമ്മൾ പറയുന്ന ആ ശിവം, ആ മംഗളസ്വരൂപനാണ് ഭഗവാൻ. ഈ ശിവം എന്ന് പറയുന്നത്, അതായത് ശിവശക്തി എന്ന് പറയുന്നതെല്ലാം ഈ പരമാത്മാവ് തന്നെയാണ്. മഹാമായ പരാശക്തിയാണ്. ശിവം എന്ന് പറയുന്നത് പരമാത്മാവ് തന്നെയാണ്. അവിടെ ശിവശക്തി എന്ന് പറയുന്നത് ഇതെല്ലാം ഏകനായ ഈശ്വരൻ തന്നെയാണ്, വേറായിട്ടൊന്നും തന്നെ ഇല്ല. കറണ്ട് പോയി. വിശ്വമോഹനം വിശ്വസാക്ഷിണം വിശ്വാധാരം ശശ്വതവ്യയം സർവലോക സന്മയം ശിവം. മുക്തഹാസ ആനന്ദരമ്യ അമൃതവക്ത്ര അംബുജം മുക്തിദാനാഢ്യം മുനീന്ദ്രാത്മമോഹനം ശാന്തം. വിഷ്ണു വിശ്വാനന്ദനായി വന്നവതീർണം വൃഷ്ണിവംശജം കൃഷ്ണരൂപിണം കുമാരകം. ഇങ്ങനെ ഭഗവാൻ കുമാരൻ കുഞ്ഞ് എങ്ങനെ കൃഷ്ണരൂപം എടുത്തു. പരമാത്മാവ് എവിടെ വന്നു? വിശ്വ ആനന്ദനായി വന്ന് അവതരിച്ചു വൃഷ്ണിവംശത്തിൽ. അതാണ് വിഷ്ണു വിശ്വാനന്ദനായി വന്ന് അവതീർണം വൃഷ്ണിവംശജം കൃഷ്ണരൂപിണം കുമാരകം. ഇവിടെ ഒരു കുമാരനായിട്ടാണല്ലോ ഇപ്പം ബ്രഹ്മാവ് കാണുന്നത്. കാരണം പശുക്കളെ മേയിച്ചുകൊണ്ടിരുന്നു. ഭഗവാൻ ചോറുണ്ടോണ്ടിരുന്ന സമയത്താണല്ലോ ഇദ്ദേഹം മായാൽ കുട്ടികളെയും എല്ലാവരെയും പിന്നെ പശുക്കളെയൊക്കെ മറച്ചത്. അപ്പോൾ ഒരു കുഞ്ഞാണ് കൃഷ്ണൻ, വളരെ വലുതല്ല, കുട്ടിയാണ്. അതുകൊണ്ട് ഇവിടെ കുമാരനായി കുഞ്ഞായി അവിടെ അവതരിച്ച വൃഷ്ണിവംശത്തിൽ. എന്തിനാണ്? വിശ്വാനന്ദത്തിന്, വിശ്വത്തിന് ആനന്ദം കൊടുക്കാൻ. അങ്ങനെയാണ് ഭഗവാൻ അവതരിച്ചത്. അപ്പോൾ പിന്നെ ഭഗവാൻ എല്ലാവർക്കും ആനന്ദം കൊടുക്കണ്ടേ? അതിന് ബ്രഹ്മാവിന് അഹങ്കാരം വന്നതുകൊണ്ട് ഇതിനിടയ്ക്കൂടി അത് പരീക്ഷിച്ചു. കാരണം ഭഗവാൻ കുട്ടികളെയും അതായത് ഗോപന്മാരെയും ഗോക്കളെയും കൊണ്ട് ആനന്ദത്തോടുകൂടി എന്നും നിത്യേന രാവിലെ പോകുന്നു, വൈകുന്നേരമാകുമ്പം പശുക്കളെയൊക്കെ തീറ്റി നിറച്ച് വീടുകളിലേക്ക് വരുന്നു. ഇതൊക്കെ പെട്ടെന്നൊരു ദിവസം എല്ലാം മങ്ങി, എല്ലാത്തിനെയും മറച്ചു ബ്രഹ്മാവ്. അഹങ്കാരം വന്നു, ഭഗവാന്റെ ശക്തിയെ പരീക്ഷിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം തന്നെ വലഞ്ഞു.
അത് അത്ര ദുരിതത്തിൽ കിടന്ന് ഉഴന്നപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥന തുടങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭഗവാൻ മുക്തിദാനാഢ്യമാണ്. സർവ്വപേർക്കും മുക്തിയെ കൊടുക്കുന്ന മുനീന്ദ്രാത്മ മോഹനം ശാന്തം, സർവർക്കും സമാധാനവും ശാന്തവും കൊടുക്കുന്ന വിഷ്ണു വിശ്വാനന്ദനായി വന്ന അവതരണം. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് ആനന്ദനായി ഇവിടെ അവതരിച്ചത്. എങ്ങനെയാ? വൃഷ്ണി വംശത്തിൽ കൃഷ്ണനായി രൂപമെടുത്തു വന്നു. കുമാരൻ കണ്ടാനന്ദം ഉൾക്കൊണ്ട് ഇടമിടർ പൂണ്ട് കൊണ്ടാടി സ്തുതിച്ച് കൈ രണ്ടും അൻപോട് കൂപ്പി കൊണ്ട് ഇടയിടെ നമസ്കരിച്ചു അതിശയം കൊണ്ട് നീർവർണ്ണൻ പദം മൂന്നുരുവലം വച്ചുകൊണ്ടുടൻ തൂഷ്ണീം ഭാവം പൂണ്ടുള ഉഴറി വൈകുണ്ഠനും അത് കണ്ടു കാരുണ്യം ഇടചേർന്നാൻ. കണ്ണിനൊരാനന്ദ പൂവല്ലി പൂത്തതുപോലെ പുഞ്ചിരി കലർന്ന് അതിൽ പൂമതു തൂകും വണ്ണം കിഞ്ചന കൊഞ്ചും മൃദുവാണി പെർവിരിഞ്ചനോട് അഞ്ചിത പുമാൻ അരുൾ ചെയ്ത് അരുളിനാനേവം. അങ്ങനെ ഇദ്ദേഹം ഇത്രമാത്രം ഭഗവാനെ അങ്ങ് കൃഷ്ണരൂപമെടുത്ത് കുമാരൻ അവിടെ വിഷ്ണുവംശത്തിൽ അവതരിച്ചു. അതിനെ കണ്ട് ആനന്ദമുണ്ട്, ഇടമിടർപ്പുണ്ട്, കൊണ്ടാടി സ്തുതിക്കുക. എത്രത്തോളം സ്തുതിച്ചിട്ടും ബ്രഹ്മാവിന് മതി വരുന്നില്ല. എന്താ കാരണം? കാണായത് മൊത്തം വിഷ്ണുരൂപമായി കണ്ടു. പശുക്കളും ഗോപിമാരും സർവ്വതും എല്ലാം വിഷ്ണുമയം. നോക്കുന്നതെല്ലാം ബ്രഹ്മ നോക്കിയപ്പോൾ കൃഷ്ണനെ തിരിച്ചറിയാൻ വയ്യ. 4 കൈകളോട് കൂടിയിരിക്കുന്ന ശംഖ് ചക്ര ഗദ പങ്കജം എല്ലാമായിട്ടിരിക്കുന്ന വിഷ്ണുരൂപമായി കണ്ടു എല്ലാവരും. അപ്പോൾ അന്തം വിട്ട് ഇത്രയും ശക്തിയേറിയ ഭഗവാനാണോ? ബ്രഹ്മാവിനൊരു അല്പം ഭഗവാനേ ഉള്ളു ലോകത്ത് മായ. അതിൽ നിന്നൊരു അംശം മായേ ബ്രഹ്മാവിനുള്ളൂ. അപ്പോൾ അദ്ദേഹം ആ മായ കൊണ്ട്, അതായത് നമ്മൾ എത്രയോ വായിച്ചു കഴിഞ്ഞു, ഒരു സൂര്യപ്രകാശം പകൽ സൂര്യൻ്റെ മുമ്പിൽ ഒരു മിന്നാമിനുങ്ങ് എത്രത്തോളം ഉണ്ട്, മിന്നാമിനുങ്ങ് എവിടെ ഇരിക്കുന്ന പോലും കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള അത്ര ശക്തിയേ ഉള്ളൂ ബ്രഹ്മാവിന്. എന്നാൽ സൂര്യൻ്റെ പ്രഭ ലോകം മൊത്തവും വ്യാപിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു കുഞ്ഞു മിന്നാമിനുങ്ങ് ഇരുന്നാൽ എന്താ കാണാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ ബ്രഹ്മാവിൻ്റെ ശക്തി. അപ്പോൾ ഭഗവാൻ എവിടെ ഇരിക്കുന്നു? ഇദ്ദേഹം എവിടെ ഇരിക്കുന്നു? അങ്ങനെ നമ്മൾ ഓരോന്ന് ഉപമ നേരത്തെ വായിച്ചു. നിങ്ങളൊക്കെ മറന്നു കാണുമെന്ന് എനിക്കറിയാം. കാരണം പിന്നെ അത് അവിടെ കളഞ്ഞിട്ട് അടുത്തത് എടുക്കുമല്ലോ, ഒന്നും ഓർമ്മ നിൽക്കത്തില്ലല്ലോ. ഇന്നത്തെ കാലം അങ്ങനെയാണ്. പക്ഷേ ഭക്തന്മാർ അത് എപ്പോഴും ചിന്തിക്കണം. ഭഗവാനെ ഞാൻ എന്താ വായിച്ചത്? ഇതിന് മുമ്പേ നമ്മൾ എന്തൊക്കെയാണ് ബ്രഹ്മാവിൻ്റെ സ്തുതികൾ, ഇതൊക്കെ നമ്മൾ എന്നും വായിച്ച് ഇന്നാലേ മനസ്സിലിരിക്കൂ. അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷ ഭഗവാനെ പരീക്ഷിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ എന്ത് പറയുന്നു? എപ്പോഴും ഭഗവാനെ സ്തുതിച്ച് കൈ രണ്ടും അൻപോട് കൂപ്പിക്കൊണ്ട് ഇടയിടെ നമസ്കരിച്ചു അതിശയം. ഭഗവാനെ കൃഷ്ണ അവിടുന്ന് എന്താ അങ്ങ് ആരാണ്? എനിക്ക് ഒരു രക്ഷയില്ലല്ലോ ഭഗവാനെ. അങ്ങനെ കൊണ്ട് സ്തുതിപ്പ് തുടങ്ങുക. എന്നിട്ട് ഭഗവാന്റെ പദം 3 വലം വെച്ചു. എന്നിട്ട് തൂഷ്ണീം ഭാവം കൊണ്ട് എന്ത് വന്നു? ഉഴറി. ഭഗവാൻ വൈകുണ്ഠൻ എന്ത് കണ്ട്? അത് കണ്ടപ്പോൾ എന്ത് വന്നു? ഭഗവാന് കാരുണ്യമുണ്ടായി. ഇത്രയും ഭഗവാന് നമ്മളിന്ന് 5-6 ദിവസം തുടങ്ങിയതായി ഈ ബ്രഹ്മസ്തുതി. ഇത്രയെല്ലാം ആയപ്പം ഭഗവാന് സന്തോഷമായി, കാരുണ്യമുണ്ടായി. അപ്പോഴും വരെ അതിനു മുമ്പ് എന്തായിരുന്നു? അഹങ്കാരം പോട്ടെ എന്ന് കരുതി. എല്ലാ അഹങ്കാരവും പോയി തീർത്തും മനസ്സിലായി കണ്ണൻ ആരാണെന്ന്. അപ്പോൾ ഭഗവാനും കാരുണ്യം ഇടചേർന്നാൻ. അപ്പോഴെന്തുവന്ന്? കണ്ണിനൊരാനന്ദ പൂവല്ലി പൂത്തതുപോലെ പുഞ്ചിരി കലർന്ന് അതിൽ പൂമത് തൂകും വണ്ണം. അപ്പോൾ കണ്ണിന് നമുക്കറിയാം ഭക്തി വർദ്ധിച്ചൊക്കെ ഇങ്ങനെ വരുമ്പം ഭഗവാനോടുള്ള ആ ഒരു സ്നേഹവും ഭക്തി, യഥാർത്ഥ ഭക്തി വന്നു ബ്രഹ്മാവിന്. നിഷ്കളങ്കമായൊരു ഹൃദയം ഉണ്ടായി. അപ്പോൾ അത് എന്തുവരും ഇല്ലേ? സൂചിയും കാന്തം പോലെ ഭഗവാനും കാരുണ്യമുണ്ടായി. 2 കൂട്ടരോട് ഇത് വന്നപ്പോൾ കണ്ണിനൊരു ആനന്ദ പൂവല്ലി പൂത്തതുപോലെ പുഞ്ചിരി കലർന്ന് അതിൽ പൂമത് തൂകും വണ്ണം. എന്താ? പൂക്കൾ പൂത്താൽ എന്ത് വരും? അത് തേൻ നുകരും, അത് തേൻ വരും, മധു ഉണ്ടാവും. അപ്പോൾ കണ്ണിനൊരു ആനന്ദ പൂവല്ലി പൂത്തതുപോലെ പുഞ്ചിരി കലർന്ന് അതിൽ പൂമത് തൂകും വണ്ണം. അപ്പോൾ അങ്ങനെ ആ പുഷ്പം പോലെ പുഞ്ചിരി അത്രമാത്രം ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പരമാനന്ദമാണ്. അതാണ് പൂവല്ലി പൂത്തതുപോലെ. അതിൽ പുഞ്ചിരിയിൽ പൂവിൻ്റെ മധു തൂന്ന്. അപ്പോൾ ആ അമൃത്, മധു എന്ന് പറഞ്ഞാൽ തേനാണല്ലോ, മധുരമാണല്ലോ, അതാണ് അമൃത്. അതങ്ങോട്ട് തൂകി വണ്ണം കിഞ്ചന കൊഞ്ചം മൃദുവാണി പേർ വിരിഞ്ചനോട് അഞ്ചിത പുമാൻ അരുൾ ചെയ്ത് അരുളിനാനേവം. അപ്പം ഭഗവാൻ പറയുന്നു, മൃദുവാണിയായിട്ട് പറയുന്നു ഭഗവാൻ. അപ്പോൾ അത്രമാത്രം കാരുണ്യമായ അദ്ദേഹത്തിനോട് ഈ ബ്രഹ്മാവിനോട് ഉണ്ടായി. ബ്രഹ്മാവിന് ഇത്രയും പ്രാർത്ഥന കേട്ടപ്പോൾ അപ്പോൾ ഭഗവാൻ അതിൽ നിന്ന് കരുണ ചൊരിയുന്നു. അത് പൂവല്ലി പൂത്തതുപോലെ അതിൽ നിന്ന് മൃദു വാണി, ആ വാക്കുകൾ മൃദുവായ വാണികൾ,
നല്ല മധുരമായ രീതിയിലാണ് ഭഗവാൻ ബ്രഹ്മാവിനോട്, കാരണം എന്താ, പൂവല്ലി പൂത്തതുപോലെ തേൻ അതിൽ കൂടെ ഇങ്ങനെ ഒഴുകുക ഭഗവാന്റെ ആ പൂക്കളിൽ പുഞ്ചിരിയിൽ അമൃത്. അത് കൊണ്ട് ഭഗവാൻ മൃദുവാണിയായിട്ട് പറയുന്നു. എന്തടോ അത് നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. എങ്കിലും എന്തടോ വിധാതാവേ, നിന്നുടെ മനക്കാമ്പിൽ എന്ത് തോന്നിയത്, എന്നോടേത് ഒന്നറിയാതെ സഞ്ചരിച്ചിവിടെ നിന്നഞ്ചാതെ കളിച്ചിടും ചഞ്ചലാത്മാവാം ബാലൻ അഗതി തന്നോടേവം വഞ്ചന കാട്ടിടുവാൻ എന്നോടൊന്നിച്ചു പോന്ന കുഞ്ചുകളെയും പശുക്കളെയും കൂടാതെ ഞാൻ മണ്ടിപ്പോയി ചെല്ലും നേരം അമ്പാടി തന്നിലുള്ളോരിണ്ടൽ പൂണ്ടുഴൽവത് എന്നെ കോലെടുത്ത് അമ്മ സമ്പ്രതി ദണ്ഡിച്ചു ബന്ധിച്ചു തല്ലിയിടുന്നതും സംഭ്രമോദേന കണ്ടുകൊള്ളാം എന്നല്ലല്ലീ നീ ചിന്തിച്ചത്. അതിനെ എനിക്ക് ഈശ്വരൻ തുണയല്ലോ. ഇതിനി എന്തായാലും അർത്ഥം വെച്ചാൽ വഞ്ചിച്ചു. കാരണം ഭഗവാനോടൊപ്പം നിന്ന് കുട്ടികളും പശുക്കളെല്ലാം ഇദ്ദേഹം മറച്ചു പിടിച്ചപ്പോൾ ആരോരും ഇല്ലാത്ത ഭഗവാൻ ഒറ്റയ്ക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? പശുക്കളെ ചോദിക്കും, കുട്ടികളെ ചോദിക്കും, വീട്ടിലെ ഉടമസ്ഥരെ അവിടെ ഉണ്ട്, ഗോപാലന്മാരുണ്ട്. അവർ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? എൻ്റെ അമ്മ എന്നെ കോലെടുത്ത് തല്ലത്തില്ലേ? അപ്പോൾ എന്നെ ദണ്ണിക്കുന്ന കണ്ട് ആനന്ദിക്കാമെന്ന് കരുതിയോ? അതുകൊണ്ട് എനിക്ക് ഈശ്വരൻ എന്നെ തുണച്ചു. ഭഗവാൻ പരമാത്മാവായ കൃഷ്ണൻ എന്താ പറയുന്നേ? എന്തെങ്കിലും അഹങ്കാരം പറഞ്ഞോ? ഞാൻ വലിയവനാണ്, നീ എന്ത് കാണിച്ചു എന്നില്ല അതെല്ലാം ജയിക്കാനുള്ള ശക്തിയുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ എന്താ പറയുന്നത്? എൻ്റെ അമ്മ ഇത് കണ്ടിട്ട് ആരെയും കുട്ടികളെയും പശുക്കളെയും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ചെന്നാൽ ഈ അഗതികൾ എന്ത് ചെയ്യും? കുട്ടികൾ ഇങ്ങനെ ഈ ബ്രഹ്മാവ് ഇങ്ങനെ തുടങ്ങിയാൽ അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എന്നെ അമ്മ അടിക്കത്തില്ലേ? ഇത് നന്നായി ഞാൻ അടുത്ത പ്രാവശ്യം വിവരിച്ച് പറയാൻ സമയമില്ല. പക്ഷേ അന്നേരം അത് കണ്ട് ആനന്ദിക്കാമെന്ന് കരുതി ബ്രഹ്മാവ്. അതിനെനിക്ക് ഈശ്വരൻ എന്നെ തുണച്ചു. എന്താ ഈശ്വരൻ? ഈ കൃഷ്ണൻ ഈശ്വരനാണെന്ന് അറിയിക്കുന്നില്ല. എന്താ കാരണം? അഹങ്കാരമില്ലാത്ത ഭഗവാൻ. പരമാത്മാവിന് വേണമെങ്കിൽ പറയാം, ബ്രഹ്മാവേ നീ എന്താ എന്നെക്കൊണ്ട് കരുതി. ഇന്ന് ജനങ്ങളങ്ങനെ, നീ എന്താ എന്നെക്കൊണ്ട് വിചാരിച്ചത്? ഞാൻ ആരെന്ന നിൻ്റെ വിചാരം? ഇതൊക്കെയാണ് ഇന്നത്തെ ജനങ്ങളുടെ അഹങ്കാരം. പക്ഷേ ഇവിടെ ഭഗവാനെ കണ്ട് നമ്മൾ പഠിക്കുക. ഭഗവാൻ എന്താ പറഞ്ഞത്? എൻ്റെ അമ്മ എന്നെ അടിക്കും, അത് കണ്ടാൽ നിങ്ങൾക്ക് സന്തോഷം വരുമല്ലോ. പക്ഷേ എൻ്റെ ഈശ്വരൻ അതിന് ഇടവരുത്തിയില്ല, എന്നെ ഭഗവാൻ സഹായിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് യഥാർത്ഥമായി പരമാത്മാവായ കൃഷ്ണൻ തന്നെ ഇത്രയും ചെയ്യുന്നെന്ന് ഞാനെന്നുള്ള ചിന്ത, അഹം എന്നുള്ള ആ ഒരു അഹങ്കാരമില്ലാത്ത ഭഗവാൻ, അത് നമ്മൾ പഠിക്കണം. നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം എൻ്റെ ബാക്കി വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.